നമസ്കാരം. പതിരും കതിരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തോൽവിക്ക് ശേഷം CPM ഇതാ ശക്തമായൊരു തിരുത്തൽ നടപടി കൈക്കൊണ്ടിരിക്കുന്നു. ഇനി മുതൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചൊവ്വാഴ്ചകളിൽ ചേരാനാണ് തീരുമാനം. ഏതാണ്ട് ഒരു പതിറ്റാണ്ടിലേറെയായി സെക്രട്ടേറിയറ്റ് യോഗങ്ങളെല്ലാം വെള്ളിയാഴ്ചകളിലാണ് ചേർന്നിരുന്നത്. ആ വെള്ളിയാഴ്ചക്കുറ്റം കൊണ്ടാണ് പാർട്ടിക്ക് കനത്ത തോൽവി ഉണ്ടായതെന്നാണ് AKG സെന്ററിലെ ആസ്ഥാന ഗണകൻ കബഡി നിരത്തി കണ്ടെത്തിയിരിക്കുന്നത്. മരിച്ചവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെട്ട പിണ്ടനൂൽ ദോഷമുള്ള നാളാണ് വെള്ളിയാഴ്ച. പാർട്ടി നേതൃത്വം വഹിച്ചു കൊന്നതും പാർട്ടിക്ക് വേണ്ടി ചത്തതുമായ ഒരുപാട് ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് ആ ദിവസങ്ങളിൽ. വെള്ളിയാഴ്ചകളിലാണ് ഇവ പാർട്ടിയുടെ ആത്മാവിനെ ബാധിക്കുന്നത്. ചൊവ്വാഴ്ചയും ഈ ദോഷമുണ്ടെങ്കിലും അല്പം ആഘാതം കുറയും. ഈ വെള്ളിയും ചൊവ്വയും അല്ലാതെ വേറെ ഒരു ദിവസവും സെക്രട്ടേറിയറ്റ് കൂടിക്കൂടാ എന്നാണ് പ്ലീനത്തിലെ തീരുമാനം. എന്തുവായാലും CPMൽ ചർച്ചയോട് ചർച്ചയാണ്. സെക്രട്ടേറിയറ്റ് കൂടുന്നു, സംസ്ഥാന കമ്മിറ്റി കൂടുന്നു, PB കൂടുന്നു. ഇന്നലെ കൂടിയ CPMന്റെ സെക്രട്ടേറിയറ്റിൽ ഗംഭീരമായ ഒരു കണ്ടെത്തൽ നടത്തി. UDFും മാധ്യമങ്ങളും മുഖ്യമന്ത്രിയെ സംരക്ഷിക്കുകയാണത്രേ. അതൊരിക്കലും നമ്മൾ അനുവദിച്ചുകൂടാ. ഇത് കേട്ടാൽ തോന്നും പിണറായി വിജയൻ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ LDFും മാധ്യമങ്ങളും മുഖ്യമന്ത്രിയെ വിമർശിച്ച് കൊല്ലുകയായിരുന്നുവെന്ന്. പിണറായി വിജയൻ പറയുന്നതിൻ്റെ അപ്പുറം ശ്വാസം പോലും വിടാത്ത LDFും വാക്കൈ പൊത്തി നിൽക്കുന്ന പാർട്ടിയുമായിരുന്നു അന്നുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് UDF VD സതീശനെ വലിച്ചു കീറാത്തത് എന്നതിലാണ് അവർക്കിപ്പോൾ ദുഃഖം. PM ശ്രീയുടെയും വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കുറഞ്ഞ നികുതിയുടെയും പേരിൽ സതീശനെതിരെ UDFൽ കടുത്ത പ്രതിഷേധമുണ്ടാകുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. PM ശ്രീക്കെതിരായി മുസ്ലിം ലീഗിനെ തിരിച്ചുവിടാനുള്ള തന്ത്രവും പരാജയപ്പെട്ട പോലെയായി. മതമാണ് 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 പ്രശ്നമെന്ന് പറഞ്ഞ KM ഷാജിയൊക്കെ ആയിരുന്നു അല്പം പ്രതീക്ഷ. ഇപ്പോഴാണ് ഷാജിയും അതേപ്പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല. KM ഷാജി എന്തേ തണുത്തു പോയതെന്നൊക്കെയാണ് LDF ഇപ്പോൾ അത്ഭുതപ്പെടുന്നത്. അല്ല സഖാക്കളെ, വെള്ളിയാഴ്ചയ്ക്ക് പകരം ചൊവ്വാഴ്ചകളിൽ സെക്രട്ടേറിയറ്റ് കൂടിയത് കൊണ്ടോ, ഡൽഹിയിൽ പോയി പോക്കറ്റ് ബ്യൂറോ കൂടിയത് കൊണ്ടോ, ഇവിടെ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ആഞ്ഞടിച്ചത് കൊണ്ടോ, സംസ്ഥാന കമ്മിറ്റിയിൽ കിടന്ന് കയ്യും കാലും അടിച്ചത് കൊണ്ടോ ഒരു രക്ഷയുമില്ല. മോന്തായം വളഞ്ഞാൽ 64 വളയും. വളഞ്ഞ വഴിയെ മാത്രം സഞ്ചരിക്കുന്ന കുടില വിപ്ലവകാരിയായ പിണറായി വിജയനെയും മോന്തായം വളഞ്ഞ ഗോവിന്ദനെയും വെച്ചുകൊണ്ട് ഈ പാർട്ടി ഒരു കാലത്തും ഗുണം പിടിക്കാൻ പോകുന്നില്ല. ഈ പ്രസ്ഥാനത്തിൽ നിന്നും കുറെ കമ്മ്യൂണിസ്റ്റ് മൂശേട്ടകളെ അടിച്ചുവാരി പുറത്താക്കാതെ നോ രക്ഷ. അല്ല, അത്തരക്കാരെ അടിച്ചുവാരി പുറത്തു കളഞ്ഞാൽ പുതുതായി വലിച്ചു കയറ്റി വെക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരെണ്ണമുണ്ടോ? അതുമില്ല. ഒരമ്മ പറ്റതെല്ലാം തൊപ്പിക്കാരെ എന്നൊരു കടങ്കഥയുണ്ടായിരുന്നു പണ്ട്. ഇത് പറഞ്ഞതുപോലെ കമ്മികളായി പിറന്നതെല്ലാം മൂശേട്ടകളായി പോയി. മുഴുത്ത നേതാക്കന്മാരുടെ കാലം കഴിഞ്ഞാൽ വരാൻ പോകുന്ന 2ാം തലമുറയിൽ മനുഷ്യന് സുഖിക്കുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടോ? അതിന് കീഴോട്ടുള്ളതിൻ്റെ ഒന്നും കാര്യം പറയുകയും വേണ്ട. മദ്യത്തിൻ്റെ നികുതി കുറയ്ക്കാൻ VD സതീശൻ എന്ന മുഖ്യമന്ത്രി അഴിമതി കാട്ടിയെന്നാണ് സെക്രട്ടേറിയറ്റ് കണ്ടെത്തിയിരിക്കുന്നത്. ഞങ്ങൾ മുന്തിയ ഇനം പഴങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനായിരുന്നു തീരുമാനിച്ചത്. ആ പദ്ധതി നഷ്ടപ്പെടുത്തേണ്ടതില്ല. AKG സെന്ററിൻ്റെ 6ാമത്തെ നിലയിൽ ഒരു യന്ത്രം സ്ഥാപിച്ച് പഴവർഗ്ഗങ്ങളിൽ നിന്നും അപ്പങ്ങളിൽ നിന്നുമെല്ലാം വീര്യം കുറഞ്ഞ മദ്യമുണ്ടാക്കണം. ഗോവിന്ദാരിഷ്ടം എന്ന പേരിൽ ഒരു പുതിയ ബ്രാൻഡ് AKG സെന്ററിൽ നിന്നും പുറത്തു വരട്ടെ. അപ്പത്തിൽ നിന്നും പഴച്ചാറിൽ നിന്നുമുള്ള പിടി ഇതുവരെ ഗോവിന്ദൻ വിട്ടിട്ടില്ല. പിണറായി വിജയൻ്റെ ഭരണകാലത്ത് 930 ബാറുകളാണ് കേരളത്തിലുണ്ടായത്. അവിടെയെല്ലാം പഴവർഗ്ഗങ്ങളും അപ്പവും ലെമൺ ജ്യൂസുമാണല്ലോ വിറ്റുകൊണ്ടിരുന്നത്. ലഹരിയുടെ വ്യാപനം തടയുകയായിരുന്നു ആ സർക്കാരിൻ്റെ ലക്ഷ്യം. കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും ഇടത് സർക്കാർ വാറ്റിയെടുക്കുന്ന ഹോർട്ടി വൈനും ഹോർട്ടി ലിക്വറും കഴിച്ച് മടുത്തു. കിഴങ്ങ്, കരിമ്പ്, മുന്തിരി, കശുമാങ്ങ ഇവയിൽ നിന്നാണ് ഇടത് സർക്കാർ മദ്യമുണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴിതാ കേരളത്തിൽ കടുത്ത സ്പിരിറ്റങ്ങ് ഒഴുകുകയാണ്. എന്തൊരു വീര്യമാണെന്നോ അതിന്. കർഷകരുടെ സങ്കടം ഒന്ന് കാണൂ. അവരുണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും വൈൻ ഉണ്ടാക്കൂ എന്നാണ് CPMന്റെ സെക്രട്ടേറിയറ്റ് പറയുന്നത്. ഗോവയിലെ കശുമാങ്ങ ഫെനിയുടെ മഹത്വമൊക്കെ ഗോവിന്ദമാഷ് പറയുമ്പോൾ നമുക്ക് കൊതി വരും. എന്തുവായാലും ഈ മാസം 30-ാം തീയതി ചൊവ്വാഴ്ച അടുത്ത സെക്രട്ടേറിയറ്റ് കൂടുകയാണ്. വെള്ളിയാഴ്ച മാറി ചൊവ്വാഴ്ചയാക്കുക എന്ന ചരിത്രപരമായ മുഹൂർത്തമാണ് അന്ന് നടക്കുന്നത്. ഒക്കുമെങ്കിൽ അന്ന് തന്നെ പിണറായി വിജയൻ കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് താമസം മാറ്റുകയും വേണം. വെള്ളിയാഴ്ചകളിൽ സെക്രട്ടേറിയറ്റ് കൂടുന്നത് കൊണ്ടാണോ പാർട്ടിക്കും പിണറായിക്കും ഇക്കണ്ട കാലക്കേടുകളെല്ലാം ഉണ്ടായതെന്ന് ആർക്കറിയാം. വെള്ളിയും ചൊവ്വയും ഒക്കെ ദുർബാധകളുടെ വരുത്തുപോക്കുള്ള ദിവസമാണെന്നാണ് ഒരു വിശ്വാസമുള്ളത്. ബോധമില്ലാത്ത ഈ പാർട്ടിയെ ഇനി ഏത് ബാധ പിടികൂടാനാണ്?